Hey everybody, welcome back to the classes. Thank you so much for joining today. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് പാർട്ട് 2 ഓഫ് സ്മോൾ ടോക്ക് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്മോൾ ടോക്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ഒരാളോട് എങ്ങനെ ജസ്റ്റ് വിശേഷങ്ങൾ അന്വേഷിക്കും അല്ലേ, കുശലാന്വേഷണം എങ്ങനെ നടത്തുമെന്നാണ് കണ്ടത്. സ്മോൾ ടോക്ക് എന്താണെന്നും അത് എത്തരം സിറ്റുവേഷൻസിലാണ് നമുക്കത് യൂസ്ഫുൾ ആവാന്നൊക്കെയുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആളുകൾ ഈ ഐ ബട്ടണിൽ പോയിട്ട് എന്ത് ചെയ്യുക, സ്മോൾ ടോക്കിൻ്റെ പാർട്ട് 1 ഒന്ന് കാണുക. അപ്പം കുറേ കാലമായിട്ട് കണ്ടിട്ടില്ലല്ലോ, എവിടെയായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കാം നമ്മൾ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ലോങ് ടൈം നോ സീ, വേർ ഹാവ് യു ബീൻ എന്നാണ് ചോദിക്കുക. ഈ ലോങ് ടൈം നോ സീ എന്ന് പറയുന്നത് എന്താ പറയുക, അത് അങ്ങനെ ഒരു യൂസേജ് ആണ്. അതൊരു സ്പോക്കൺ സ്റ്റൈലിൽ യൂസ് ചെയ്യുന്നതാണ്. മേ ബി ലെസ് യൂസ്ഡ് ഇൻ റിട്ടൺ ഇംഗ്ലീഷ്. റിട്ടണിൽ നമ്മളത് അങ്ങനെ യൂസ് ചെയ്യില്ല. ഇതൊരു ഒരു കൊളോക്കിയൽ സ്റ്റൈലാണ്. ലോങ് ടൈം നോ സീ, വേർ ഹാവ് യു ബീൻ, നീ എവിടെയായിരുന്നു? വേർ ഹാവ് യു ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എവിടെയായിരുന്നു ഇത്രയും കാലം, കുറേ കാലമായാലും നിന്നെ കണ്ടിട്ട് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കില്ലേ. വേർ ഹാവ് യു ബീൻ ഹൈഡിങ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ലോങ് ടൈം നോ സീ, വേർ ഹാവ് യു ബീൻ ഹൈഡിങ് എന്ന് വെച്ചാൽ കുറേ കാലമായാലും കണ്ടിട്ട് എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ അത് ആ എക്സൈറ്റ്മെൻറ്റിൽ ചോദിക്കുന്നതാണ്. സോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ, കുറേ കാലമായിട്ട് കാണാത്ത ഒരാളെ കാണുമ്പോൾ ചോദിക്കാം അല്ലേ. അതേപോലെ ഒരുപാടായാലും കണ്ടിട്ട് എന്ന അർത്ഥത്തിൽ ചോദിക്കാൻ വേറെ ചോദ്യമാണ് ഇറ്റ്സ് ബീൻ ഏജസ് സിൻസ് വി മെറ്റ്. എന്താ പറയുക, ഇറ്റ്സ് ബീൻ ഏജസ്. ഏജസ് എന്ന് പറഞ്ഞാൽ കുറെ കാലമായി എന്ന അർത്ഥത്തിലാണ്. സോ ഇറ്റ്സ് ബീൻ ഏജസ് സിൻസ് വി മെറ്റ്, നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലങ്ങളായി. വാട്ട്സ് ദ ന്യൂസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ കാലമായിട്ട് ഒരാളെ പുതിയതായിട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെയും പറയാം. അതുപോലെ ചിലപ്പോൾ നമ്മൾ കുറേ ആയിട്ട് കാണാത്ത ആളുകളെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അടിമുടി നോക്കിയിട്ട് അല്ലേ, വൗ ലുക്കിംഗ് ഗ്രേറ്റ്, ഹൗ ഇസ് എവറിത്തിങ് എന്നൊക്കെ ചോദിക്കാം അല്ലേ. വൗ ലുക്കിംഗ് ഗ്രേറ്റ്, ഹൗ ഇസ് എവറിത്തിങ്, അടിപൊളിയായിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ ആ രീതിയിലും ചോദിക്കാം. അതുപോലെ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറേ ആയിട്ട് കാണുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, എന്തപ്പോൾ കാണാറില്ലല്ലോ, അങ്ങനെ ചോദിക്കില്ലേ. എന്തപ്പോൾ കാണാറില്ലല്ലോ അങ്ങനെ ചോദിക്കില്ല. അതെങ്ങനെ ചോദിക്കാം? യു ഡോണ്ട് ഷോ അപ്പ് ദീസ് ഡേയ്സ്. എന്താ പറയുക, യു ഡോണ്ട് ഷോ അപ്പ് ദീസ് ഡേയ്സ്, യു ഡോണ്ട് ഷോ അപ്പ് ദീസ് ഡേയ്സ്, ഈസ് എവറിത്തിങ് ഫൈൻ വിത്ത് യു. എന്തപ്പം നിന്നെ കാണാറില്ലല്ലോ, എന്തൊക്കെ സുഖമല്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്ന രീതിയിൽ അങ്ങനെ ചോദിക്കാം. യു ഡോണ്ട് ഷോ അപ്പ് ദീസ് ഡേയ്സ്, ഈസ് എവറിത്തിങ് ഫൈൻ വിത്ത് യു. നിനക്ക് ഒക്കെ സുഖം തന്നെ അല്ലേ, എന്താ അസുഖം വല്ലതും ഉണ്ടായിരുന്നോ, എന്താ തന്നെ ഇപ്പോൾ കുറച്ചായിട്ട് കാണാറില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, പറയാം. സോ ഇതൊക്കെ നമ്മൾ ഒരു കുറച്ച് കാലമായിട്ട് ഒരാളെ കാണാതിരിക്കുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. സോ അതേപോലെ നമ്മളോട് ചോദിക്കുമ്പോൾ ചില റെസ്പോൺസസും നമുക്ക് ലോങ് ടൈം നോ സീ, വേർ ഹാവ് യു ബീൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ബീൻ ബിസി വിത്ത് വർക്ക് എന്നൊക്കെ പറയാം അല്ലെ. ബീൻ ബിസി വിത്ത് വർക്ക്. അതിനോ അറിയാം കുറേ അല്ല കണ്ടിട്ട് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയാം എന്തായിരുന്നു, ഞാൻ വർക്കിലാകെ ബിസി ആയിരുന്നു. ബീൻ ബിസി വിത്ത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ബീൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ അത്രേ പറയുള്ളൂ. ഐ ഹാവ് ബീൻ ബിസി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അപ്പം ഞാൻ ബിസി ആയിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മളോട് തന്നെയല്ലേ ചോദിച്ചത്, നമ്മൾ അയാളോടാണ്, നമ്മൾ തന്നെയാണ് പറയുന്നത്. സോ അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സ്പോക്കൺ സിറ്റുവേഷനിൽ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ബീൻ ബിസി വിത്ത് വർക്ക് എന്ന് പറയുന്നത്. സോ ബീൻ ബിസി വിത്ത് വർക്ക്, അതെ ഞാൻ കുറച്ച് വർക്കിൽ കുറച്ച് തിരക്കിലായിരുന്നു എന്നൊക്കെ പറയാം അല്ലേ. അല്ലെങ്കിൽ ഇപ്പം വേർ ഹാവ് യു ബീൻ ഹൈഡിങ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ജസ്റ്റ് അറൗണ്ട്, നത്തിങ് മച്ച് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ റിപ്ലൈ പറയാം. ജസ്റ്റ് അറൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അങ്ങനെ പറയില്ലേ. എവിടെയായിരുന്നു ഒളിച്ചിരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ, അതാണ് ജസ്റ്റ് അറൗണ്ട്, നത്തിങ് മച്ച്, അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പോയിട്ടൊന്നുമില്ല, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നൊരു മീനിങ് ആണ് അതിന്. ഇതൊക്കെ ഒരു സ്പോക്കൺ സ്റ്റൈലിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിനെ ആ ഒരു സിറ്റുവേഷനിലാക്കിയിട്ട് മനസ്സിലാക്കണം നമ്മൾ. അതിനെ കറസ്പോണ്ടിങ് മലയാളം, നമ്മൾ ഡയറക്റ്റ് മലയാളം പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളോടിപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയാം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പോയിട്ടൊന്നുമില്ല എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈലിൽ പറയുന്നതാണ് ജസ്റ്റ് അറൗണ്ട്, നത്തിങ് മച്ച്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, എവിടെയും പോയിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ ഇറ്റ്സ് ബീൻ ഏജസ് സിൻസ് വി മെറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് ബീൻ ഫോർ എവർ എന്നൊക്കെ അതിന് മറുപടി പറയാം. അപ്പം നമ്മളോട് ഇങ്ങോട്ട് പറയുന്ന ആളെ ഇറ്റ്സ് ബീൻ ഏജസ്, ഒരുപാട് കാലമായല്ലോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബീൻ ഫോർ എവർ എന്നൊക്കെ പറയാം നമുക്ക്. അതായത് ഒരുപാട് കാലമായി, ശരിയാണ്. ഓൾ ഗുഡ് വിത്ത് മീ, എനിക്ക് സുഖമാണ് എന്നൊക്കെ നമുക്ക് അതിന് മറുപടി പറയാം. സോ ഇറ്റ്സ് ബീൻ ഫോർ എവർ എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. ഇറ്റ്സ് ബീൻ ഫോർ എവർ, ഓൾ ഗുഡ് വിത്ത് മീ, ഓൾ ഫൈൻ വിത്ത് മീ, ഐ ആം ഡൂയിങ് ഗുഡ്, ഹൗ അബൌട്ട് യു എന്നൊക്കെ നമുക്ക് തിരിച്ചു ചോദിക്കാം.
അല്ലെങ്കിൽ കുറെ കാലമായിട്ട് കണ്ടല്ലോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ യാ ഗുഡ് ടു സീ യു അഗെയിൻ നമ്മൾ അങ്ങോട്ട് പറയാം ഗുഡ് ടു സീ യു അഗെയിൻ. നിങ്ങളെ വീണ്ടും കണ്ടതിൽ സന്തോഷം, കുറെ ആയി കണ്ടിട്ട് എന്ന് നമ്മളോട് ഇങ്ങോട്ട് പരിഭവം പറയുമ്പോൾ യാ ഗുഡ് ടു സീ യു അഗെയിൻ. അതെ നിങ്ങളെ കണ്ടിട്ടും ഒരുപാടായി, ഇപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതിന് റിപ്ലൈ ആയിട്ട് പിടിച്ചു നിൽക്കാം. സോ ഇതൊക്കെ ചെറിയ ചെറിയ നമ്മൾ ഒരു എക്സൈറ്റ്മെന്റിൽ പറയുന്ന സ്മോൾ ടോക്ക് പീസസ് ആണ്. ഓക്കെ, സോ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ച് പഠിക്കുക, ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുക. പിന്നെ ഇതുപോലെ സ്മോൾ ടോക്ക് ആവശ്യം വരുന്ന മറ്റൊരു സ്മോൾ ടോക്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ളത്. ഇപ്പോൾ വീട്ടിലൊക്കെ എല്ലാവരും എങ്ങനെയുണ്ട്, എല്ലാവർക്കും എങ്ങനെയുണ്ട് എന്നെങ്ങനെ നമുക്ക് കൊളോക്കിയലായിട്ട് ചോദിക്കാം. ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം? എന്താ ചോദിക്കുക? ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം. ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം ഒന്ന് പറഞ്ഞു നോക്കൂ. ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം. അത് നിങ്ങൾക്കത് എഴുതിയെടുക്കാം, ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ട് ഇത് നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഇത് നമുക്ക് ഒരാളുടെ മുന്നിൽ പോയി പറയണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസിങ് ആണ് മെയിൻ, റൈറ്റ്? സോ ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം, വീട്ടിലൊക്കെ എല്ലാവർക്കും എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ചോദിക്കാം. അതൊരു ഫാമിലിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അല്ലേ? അല്ലെങ്കിൽ ഹൗ ഈസ് യുവർ ഫാമിലി, ഹൗ ഈസ് യുവർ ഫാമിലി ഡൂയിങ് എന്നൊക്കെ ചോദിക്കാം. ഹൗ ഈസ് യുവർ ഫാമിലി ഡൂയിങ്. അല്ലെങ്കിൽ ഹൗ ഈസ് യുവർ മോം ദീസ് ഡേയ്സ്, ഹൗ ഈസ് യുവർ ബ്രദർ ദീസ് ഡേയ്സ്. ഇപ്പം എങ്ങനെയുണ്ട്, അച്ഛനെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ബ്രദറിന് എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ആർ യുവർ കിഡ്സ്, ഹൗ ആർ യുവർ കിഡ്സ്. കൂടുതൽ കിഡ്സ് ഉണ്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഒരു കിഡ് ഉള്ളൂ എന്ന് അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഹൗ ഈസ് യുവർ കിഡ് എന്ന് ചോദിക്കാം, നിന്റെ കുട്ടിക്ക് എങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ഒന്നിലധികം കുട്ടികളുണ്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഹൗ ആർ യുവർ കിഡ്സ്, നിന്റെ കുട്ടികൾക്കൊക്കെ എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്നൊക്കെ നമുക്ക് ഒരു കൊളോക്കിയലായിട്ട് ചോദിക്കാം. സോ ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം എന്ന് ചോദിക്കാം, ഹൗ ഈസ് യുവർ ഫാമിലി എന്ന് ചോദിക്കാം, ഹൗ ഈസ് യുവർ മദർ ഫാദർ ഓർ ബ്രദേഴ്സ് ദീസ് ഡേയ്സ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ഈസ് യുവർ കിഡ്, അല്ലെങ്കിൽ ഹൗ ആർ യുവർ കിഡ്സ് എന്ന് ചോദിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ ഇതുപോലെ ഒരു സ്മോൾ ടോക്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേ ആർ ഡൂയിങ് ഗുഡ്, അല്ലെങ്കിൽ ദേ ആർ ഡൂയിങ് വെൽ, അല്ലെങ്കിൽ ഗോയിങ് ഓൺ വെൽ, സുഖമായിട്ട് പോകുന്നു, എല്ലാവർക്കും സുഖമാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ദേ ആർ ഡൂയിങ് വെൽ, അല്ലെങ്കിൽ ദേ ആർ ഡൂയിങ് ഫൈൻ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതിന് റിപ്ലൈ ചെയ്യാം. ദ കിഡ്സ് ആർ ഗ്രോയിങ് ഫാസ്റ്റ്, കുട്ടികളൊക്കെ പെട്ടെന്ന് വലുതാവുകയാണ് അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ. ദ കിഡ്സ് ആർ ഗ്രോയിങ് വെരി ഫാസ്റ്റ്, കുട്ടികൾ പെട്ടെന്ന് തന്നെ വലുതാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന് റിപ്ലൈ ചെയ്യാം. ഇപ്പം നമ്മുടെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേ ആർ ഡൂയിങ് ഫൈൻ, മൈ എൽഡർ ബ്രദർ ജസ്റ്റ് മൂവ്ഡ് ടു കൊച്ചി, അല്ലെങ്കിൽ മൈ സിസ്റ്റർ ജോയിൻഡ് ഇൻ SBI എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുന്നോട്ട് ആ കോൺവെർസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. കൂടുതലും നമുക്ക് ചോദിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക, എങ്ങനെ ഇപ്പോൾ ചോദിക്കാന്ന് വിചാരിച്ചിട്ട്. നമ്മളടുത്ത് ആരെയും ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജനറലി എന്താ പറയാം, ഓൾ ഗുഡ് അറ്റ് ഹോം, എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും സുഖമാണ്, ഓൾ ഗുഡ് അറ്റ് ഹോം. സോ ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം എന്ന് ചോദിച്ചാൽ ഓൾ ഗുഡ് അറ്റ് ഹോം, എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും സുഖമാണ്. സോ അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിലെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഇനി സ്മോൾ ടോക്കിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താവുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇപ്പം ഓഫീസിലൊക്കെ നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോ നമ്മുടെ വേറൊരു സെക്ഷനിലുള്ള കൊളീഗ്സിനൊക്കെ കാണുമ്പോൾ നമ്മൾ കാഷ്വലായിട്ട് എന്തൊക്കെയാണെന്ന് വർക്കൊക്കെ അധികം ഉണ്ടോ, കൂടുതൽ വർക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഹായ് ഗുഡ് മോർണിംഗ്, എന്താ പാട്, വർക്കൊക്കെ അധികം ഉണ്ടോ, അല്ലെങ്കിൽ പ്രോജക്റ്റൊക്കെ എവിടം വരെ ആയി എന്നൊക്കെ ചോദിക്കില്ലേ? അതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പം ഒരുപാട് വർക്ക് ഉണ്ടോ എന്നെങ്ങനെ നമ്മൾ ചോദിക്കാം? ഒരുപാട് വർക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കാം? ഗോട്ട് എ ലോട്ട് ടുഡേ എന്നാണ് ചോദിക്കുക. ഗോട്ട് എ ലോട്ട് ടുഡേ ഇന്ന് ഒരുപാടുണ്ടോ? അപ്പോൾ വർക്ക് ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട. ഒരാൾ വർക്ക് ചെയ്യാൻ ഇരിക്കുകയാണ്, നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അങ്ങനെ ചോദിച്ചാൽ മതി. എന്ത് ഗോട്ട് എ ലോട്ട് ടുഡേ, ഇന്ന് ഒരുപാടുണ്ടോ, അല്ലെ ഗോട്ട് എ ലോട്ട് ഓൺ യുവർ പ്ലേറ്റ് ടുഡേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഗോട്ട് എ ലോട്ട് ഓൺ യുവർ പ്ലേറ്റ് ടുഡേ എന്ന് വെച്ചാൽ നിന്റെ പ്ലേറ്റിൽ ഇന്ന് ഒരുപാടുണ്ടോ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നതാണ് നിനക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്നാണ്, വർക്ക് ഒരുപാടുണ്ടോ എന്നർത്ഥം അല്ലേ? സോ ഗോട്ട് എ ലോട്ട് ടുഡേ എന്നൊക്കെ ചോദിക്കാം. എന്താ ഒരുപാടുണ്ടോ? അപ്പോൾ നമുക്കെന്താ പറയാം, പ്രെറ്റി ബിസി, അതെ ഉണ്ട്, കുറച്ച് ബിസിയാണെന്ന് എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ മറുപടി പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? നോ നോട്ട് മച്ച്, ഇല്ല ഇന്ന് അധികം ഇല്ല, നോട്ട് മച്ച്, അങ്ങനെ വേണമെങ്കിൽ മറുപടി പറയാം. ഇതൊക്കെ ഇപ്പോൾ ഈ സ്മോൾ ടോക്കിൽ ചോദിക്കുന്നത് അയാൾക്ക് ഒരുപാട് വർക്ക് ഉണ്ടോ എന്ന് അറിയാനോ അല്ലെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടൊന്നും അല്ല. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് മൈൻഡ് ചെയ്യാണ്ട് പോയാൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്മോൾ ടോക്ക് ക്വസ്റ്റ്യൻസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഗണത്തിൽ വരുന്നൊരു ചോദ്യമാണത്, ഗോട്ട് എ ലോട്ട് ടുഡേ ഓർ ഗോട്ട് എ ലോട്ട് ഓൺ യുവർ പ്ലേറ്റ്
ടുഡേ എന്നൊക്കെ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ഹൗ ഇസ് യുവർ വർക്ക് ഗോയിങ്, ഹൗ ഇസ് യുവർ വർക്ക് ഗോയിങ്, നിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? യാ ഗോയിങ് ഓൺ വെൽ, നന്നായി പോകുന്നു, ഉഷാറായി പോകുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? എ ബിറ്റ് ടഫ് ടുഡേ, ഇന്ന് കുറച്ച് ടഫാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ ബിറ്റ് ഹെക്റ്റിക് ടുഡേ എന്നൊക്കെ പറയും. ഹെക്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അപ്പോൾ നമ്മൾ ആകെ തലവേദന പിടിച്ച വർക്ക് എന്ന് പറയില്ലേ? സോ ഇന്ന് ഒരു ഹെക്റ്റിക് ഡേ ആണെന്നൊക്കെ പറയാറുണ്ട്. ഹെക്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ എ ബിറ്റ് ടഫ് ടുഡേ അല്ലെങ്കിൽ എ ബിറ്റ് ഹെക്റ്റിക് ടുഡേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ റിപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഗോയിങ് ഓൺ വെൽ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്ന രീതിയിൽ അങ്ങനെയും മറുപടി പറയാം. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോജക്റ്റ് ഒക്കെ എവിടം വരെ ആയി എന്നൊക്കെ എങ്ങനെ ചോദിക്കാം? ഹൗ ഈസ് ദ പ്രോജക്റ്റ് കമ്മിങ് അലോങ് എന്ന് പറയാറുണ്ട്, എന്ന് ചോദിക്കാറുണ്ട്. ഹൗ ഈസ് ദ പ്രോജക്റ്റ് കമ്മിങ് അലോങ്. കമ്മിങ് അലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗെറ്റിംഗ് അഹെഡ് എന്ന് പറയില്ലേ, മുന്നോട്ട് പോക്ക് ഒക്കെ എങ്ങനെയുണ്ട് എന്ന്. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയുണ്ട്, പ്രോജക്റ്റ് ഒക്കെ മുന്നോട്ട് പോകുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? അപ്പോൾ ഹൗ ഈസ് യുവർ പ്രോജക്റ്റ് കമ്മിങ് അലോങ്, അല്ലെങ്കിൽ ഹൗ ഈസ് യുവർ വർക്ക് കമ്മിങ് അലോങ്, അല്ലെങ്കിൽ ഹൗ ഈസ് ദാറ്റ് റിപ്പോർട്ട് കമ്മിങ് അലോങ്. ഇപ്പം നമ്മൾ അദ്ദേഹം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോകുമ്പോൾ ഹായ് ബഡി, ഹൗ ഈസ് യുവർ റിപ്പോർട്ട് കമ്മിങ് അലോങ്, നിൻ്റെ റിപ്പോർട്ടൊക്കെ എങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പുരോഗതി ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്ത് പോവാം അല്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞു സ്മോൾ ടോക്കാണ്. ഗോയിങ് ഓൺ വെൽ, ഓൾമോസ്റ്റ് ഡൺ എന്നൊക്കെ പറയാം. നന്നായി പോകുന്നുണ്ട്, ഓൾമോസ്റ്റ് ഡൺ, ഒരുവിധം തീർന്നു, ഏകദേശം തീർന്നു പ്രോജക്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടിൻ്റെ വർക്കൊക്കെ ഒരുവിധം തീർന്നു അങ്ങനെ പറയാം. അല്ലെങ്കിൽ ദർ ഇസ് എ ലോട്ട് സ്റ്റിൽ, ഇനിയും ഒരുപാടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ നമുക്ക് അതിന് കാഷ്വലായിട്ട് റെസ്പോണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് വെറുതെ ചോദിക്കാവുന്ന എനി ബിഗ് പ്ലാൻസ് ആഫ്റ്റർ ദ വർക്ക് എന്നൊക്കെ വെറുതെ ചോദിക്കാം അല്ലേ? എനി ബിഗ് പ്ലാൻസ് ആഫ്റ്റർ ദ വർക്കിന് ശേഷം എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്കിതുപോലെ വെറുതെ ഒരു സ്മോൾ ടോക്ക് ആയിട്ട് ചോദിക്കാം. നോ ജസ്റ്റ് നീഡ് ടു ഹെഡ് ഹോം എന്നൊക്കെ നമുക്ക് പറയാം. ഇല്ലില്ല, ഞാൻ വർക്ക് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകണം അങ്ങനെയൊക്കെ പറയില്ലേ? ജസ്റ്റ് നീഡ് ടു ഹെഡ് ഹോം. ഹെഡ് ഹോം എന്ന് പറഞ്ഞാൽ നേരെ വെച്ച് പിടിക്കണം വീട്ടിലേക്ക് വർക്ക് കഴിഞ്ഞാൽ, വേറെ പ്ലാൻ ഒന്നുമില്ല എന്നൊക്കെ നമുക്കതിന് കാഷ്വലായിട്ട് മറുപടി പറയാം. സോ ഇതൊക്കെ എന്താണ്? സ്മോൾ ടോക്സ് ആണ്. സ്മോൾ ടോക്ക് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ബോർഡിൽ നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സെൻറ്റൻസുകളൊക്കെ എഴുതി വെക്കുക. നിങ്ങൾ ഹെഡിങ് ഒക്കെ കൊടുക്കുക, സ്മോൾ ടോക്ക് പാർട്ട് 2 എന്ന് കൊടുക്കുക. എന്നിട്ട് ഓരോ സിറ്റുവേഷനിലുള്ള സെൻറ്റൻസുകളും അതിൻ്റെ റിപ്ലൈസ് ഒക്കെ എഴുതിയെടുക്കുക. നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഇതുപോലത്തെ സംസാരത്തിൽ നമുക്ക് ഹോബീസിനൊക്കെ പറ്റിയിട്ട് പറയേണ്ടി വരും, ചോദിക്കേണ്ടിയൊക്കെ വരും അല്ലേ? വെറുതെ എന്തെങ്കിലും ഒന്ന് ചോദിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം പിന്നെ വെറുതെ ഫണ്ണിന് വേണ്ടി എന്താ നിങ്ങൾ ചെയ്യാറ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ? വാട്ട് യു ഡു ഫോർ ഫൺ, വാട്ട് യു ഡു ഫോർ ഫൺ, വെറുതെ സമയം പോക്കാൻ വേണ്ടി എന്താ ചെയ്യാറ് എന്നൊക്കെ ചോദിക്കാം നമുക്ക്. അല്ലെങ്കിൽ ഡു യു പ്ലേ എനി സ്പോർട്സ്, എന്തെങ്കിലും സ്പോർട്സിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആണോ? ഡു യു പ്ലേ എനി സ്പോർട്സ്, എന്തെങ്കിലും സ്പോർട്സ് ഒക്കെ കളിക്കാൻ പോവാറുണ്ടോ? ലൈക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഫണ്ണിന് വേണ്ടി എന്താ ചെയ്യാറെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ യൂഷ്വലി വാച്ച് മൂവീസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ യൂഷ്വലി ട്രാവൽ, അല്ലെങ്കിൽ ഐ യൂഷ്വലി ലിസൺ ടു മ്യൂസിക്, അല്ലെങ്കിൽ ഐ യൂഷ്വലി റീഡ് ബുക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതിന് റിപ്ലൈ ചെയ്യാം അല്ലേ? ഡു യു പ്ലേ എനി സ്പോർട്സ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളിക്കാറുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഐ എം നോട്ട് മച്ച് ഇൻ ടു സ്പോർട്സ്, അല്ലെങ്കിൽ സ്പോർട്സ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയാം. സ്പോർട്സ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമുള്ള മേഖലയല്ല, അല്ലെങ്കിൽ അത് എൻ്റെ സംഭവമല്ല എന്നർത്ഥം. സോ ഞാനങ്ങനെ സ്പോർട്സിലൊന്നും അങ്ങനെ താല്പര്യമല്ല എന്ന് പറയാം. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് എന്ന് പറയാം ഡയറക്ട്ലി. അല്ലെങ്കിൽ ഒരു സ്പോക്കൺ സ്റ്റൈലിൽ സ്പോർട്സ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറയാം. അല്ലെങ്കിൽ സംടൈംസ് ഐ പ്ലേ ഫുട്ബോൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മറുപടി പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഹൗ ഡു യു സ്പെൻഡ് യുവർ വീക്കെൻഡ്, ഹൗ ഡു യു സ്പെൻഡ് യുവർ വീക്കെൻഡ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഡു യു ലൈക്ക് റീഡിങ്, ഡു യു ലൈക്ക് കുക്കിംഗ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തരം സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിക്ഡ് അപ്പ് എനി ന്യൂ ഹോബീസ് ലേറ്റ്ലി എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിക്ഡ് അപ്പ് എനി ന്യൂ ഹോബീസ് ലേറ്റ്ലി എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഹോബി തുടങ്ങിയോ, പിക്കപ്പ് ചെയ്തോ എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ട് ചെയ്തോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പിക്ഡ് അപ്പ് എനി ന്യൂ ഹോബീസ് ലേറ്റ്ലി, ഇപ്പോൾ അടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയത് തുടങ്ങി. ഇപ്പോൾ നമ്മളാൾ ഫുട്ബോളർ ആണെന്ന് അറിയാം, അല്ലെങ്കിൽ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ആളാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് പുതിയതായിട്ട് ഹോബി വല്ലതും സ്റ്റാർട്ട് ചെയ്തോ എന്നൊക്കെ ചോദിക്കില്ലേ? സോ അതാണ് പിക്ഡ് അപ്പ് എനി ന്യൂ ഹോബീസ്
lately? ഇപ്പം അടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയത് തുടങ്ങിയോ എന്നൊക്കെ നമുക്ക് വിശേഷം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാം അല്ലേ? So it was a quick look on different small talk scenarios, right? നമ്മൾ വിവിധ സിനാരിയോസും ആ സിനാരിയോസിൽ ചോദിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു സ്മോൾ ടോക്കിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഡിഫറെൻറ്റ് ടോപ്പിക്സ് നമ്മൾ കണ്ടു അല്ലേ? ഫാമിലിയെ കുറിച്ച് അന്വേഷിക്കാം, വർക്കിനെ കുറിച്ച് അന്വേഷിക്കാം, ഹോബീസിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ എന്താണ് അവരായിട്ട് എന്തെങ്കിലും ഒന്ന് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചിലപ്പം അവരെ തന്നെ ഒന്ന് പ്രേസ് ചെയ്യാൻ നോക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ അവരെ തന്നെ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഐ ലൈക്ക് യുവർ ഔട്ട്ഫിറ്റ്, ഐ ലൈക്ക് യുവർ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിന്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ആ വസ്ത്രം അല്ലേ, ധരിച്ചിട്ടുള്ള നിന്റെ വസ്ത്രം നല്ല അടിപൊളിയായിട്ടുണ്ട്, നിന്റെ ഡ്രസ്സ് നല്ല സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ? സോ ഐ ലൈക്ക് യുവർ ഔട്ട്ഫിറ്റ്, നിന്റെ ഈ ഔട്ട്ഫിറ്റ് നല്ല രസമുണ്ട്, ഈ ഒരു സെറ്റപ്പിൽ നല്ല രസമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? അതൊക്കെ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി പറയുന്നതാണ്, ഐ ലൈക്ക് യുവർ ഔട്ട്ഫിറ്റ്. അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു ബാഗ്, സോ ദാറ്റ്സ് എ നൈസ് ബാഗ്, യു ഹാവ് ഗോട്ട് എ നൈസ് ബാഗ്, അല്ലെങ്കിൽ ദാറ്റ്സ് എ നൈസ് ബാഗ്, നല്ല അടിപൊളി ബാഗാണല്ലോ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ അവർ വന്ന് നിങ്ങളുടെ അടുത്ത് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചു, സോ യുവർ ഇംഗ്ലീഷ് ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട് എന്നൊക്കെ നമുക്ക് പറയാം. യുവർ ഇംഗ്ലീഷ് ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്, നിന്റെ ഇംഗ്ലീഷൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാം. സോ നമ്മളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? താങ്ക് യു, ഐ ഹാവ് ബീൻ വാച്ചിങ് ഗ്രോ വിത്ത് നൗഷാദ് ഓൺ യൂട്യൂബ്. യൂട്യൂബിലുള്ള ഗ്രോ വിത്ത് നൗഷാദ് എന്ന് പറയുന്ന ചാനൽ കുറച്ചായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മറുപടി പറയാം. സോ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെൻറ്റ് സിനാരിയോസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചില റെഡി ടു യൂസ് എന്താണത് സ്മോൾ ടോക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. സോ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യം വരും, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലൊക്കെ ആവശ്യം വരും. സോ ഇതൊക്കെ നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും സ്ലോലി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ സ്മോൾ ടോക്ക് കഴിഞ്ഞു, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു അല്ലേ? അതോടൊപ്പം സൈഡ് ബൈ സൈഡായിട്ട് നമ്മൾ ഏത് പഠിക്കുന്നുണ്ട്? ജനറൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഏത് സിറ്റുവേഷനിലും ആവശ്യമുള്ള സെൻറ്റൻസുകൾ റെഡിമെയ്ഡായിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ജനറൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്, ഇപ്പോൾ ഇത് 2 ക്ലാസ് ബാക്ക് ടു ബാക്ക് ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ആയിരുന്നു, അടുത്ത ക്ലാസ് ജനറൽ ഇംഗ്ലീഷ് ആയിരിക്കും. ജനറൽ ഇംഗ്ലീഷിൽ നമ്മൾ വേർബിൻ്റെ സെക്കൻഡ് ഫോമും അതിൻ്റെ യൂസേജും സെക്കൻഡ് ഫോമും ഫസ്റ്റ് ഫോമും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ട്രാൻസ്ലേഷൻ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്തു അല്ലേ? ഇനി നമ്മൾ വേർബിൻ്റെ അടുത്ത ഫോമിലേക്ക് കടക്കും. ഇങ്ങനെ നമ്മൾ ഡേ ബൈ ഡേ അവിടെയും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്ലാസ്സും മിസ് ചെയ്യരുത്. എസ്പെഷ്യലി ബേസിക് ലെവൽ മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾ ഒരു ക്ലാസ്സും മിസ് ചെയ്യാതെ കാണുക. എല്ലാ ക്ലാസ്സും അവസാനം വരെ കാണുക. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് നന്നായിട്ട് പഠിച്ച് അപ്പോൾ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓക്കെ എനിവേ ഐ വിൽ കാച്ച് യു ലേറ്റർ. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു കല്യാണ സ്ഥലത്തു നിന്നായിരിക്കും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വഴിയിൽ നിന്നായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മളും എങ്ങോട്ടെങ്കിലും പോവുമായിരിക്കും, അവരും എങ്ങോട്ടെങ്കിലും പോവുമായിരിക്കും. അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ സ്മോൾ ടോക്ക് നമ്മൾ ചെയ്യുന്നത് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? എനിവേ നൈസ് ടു മീറ്റ് യു. എന്തായാലും കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ പോവുകയാണ് എന്നർത്ഥം അല്ലേ? അല്ലെങ്കിൽ ഓക്കെ സോ ഐ വിൽ കാച്ച് യു ലേറ്റർ, ഐ വിൽ catch you later, അല്ലെങ്കിൽ we will catch up later എന്നൊക്കെ പറയും. we will catch up. എന്ത് ഈ catch-up ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, catch-up ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും മീറ്റ് ചെയ്യുക, വീണ്ടും കൂടിയിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. സോ ഐ വിൽ catch you later, നമുക്ക് പിന്നെ കാണാം, അല്ലെങ്കിൽ we will catch up later, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഇപ്പോഴത്തെ ഈ സംസാരം ജസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കാം എന്നർത്ഥം അല്ലേ? അല്ലെങ്കിൽ അത്യാവശ്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ ഐ വിൽ സീ യു അറൗണ്ട് എന്നൊക്കെ പറയാം. നമ്മൾ കൈയൊക്കെ കൊടുത്തിട്ട് ഓക്കെ ഐ വിൽ സീ യു അറൗണ്ട്, നമുക്ക് ഇവിടെയൊക്കെ തന്നെ കാണാം. ഐ വിൽ സീ യു അറൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും, നമുക്ക് ഇവിടുന്ന് ഇനിയും കാണാം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആ ഒരു ടോക്ക് അവിടെ അവസാനിപ്പിക്കുകയാണ് അത്. അല്ലെങ്കിൽ എനിവേ ഇറ്റ്സ് നൈസ് ടോക്കിംഗ് ടു യു. കണ്ടതിലും സംസാരിച്ചതിലൊക്കെ സന്തോഷമായി, നമ്മൾ ഒരുപാടായതല്ലേ കണ്ടിട്ട് എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിൽ പറയുന്നതാണ് ഇറ്റ്സ് നൈസ് ടോക്കിംഗ് ടു യു, ഗുഡ് ടു സീ യു പീപ്പിൾ അഗെയിൻ. നിങ്ങളെല്ലാവരെയും വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷം. എൻജോയ് ദ റെസ്റ്റ് ഓഫ് യുവർ ഡേ എന്നൊക്കെ പറയാം നമ്മൾ പോകുമ്പോൾ. എൻജോയ് ദ റെസ്റ്റ് ഓഫ് യുവർ ഡേ. ഇനി ഞാൻ പോവുകയാണ്, നിങ്ങൾ ബാക്കി സമയമൊക്കെ എൻജോയ് ചെയ്തോളൂ. എൻജോയ് ദ റെസ്റ്റ് ഓഫ് യുവർ ഡേ എന്ന് പറയാം. ടേക്ക് കെയർ, ബൈ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കീപ്പ് ഇൻ ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും പിന്നെ എന്ത് ചെയ്യണം, വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്മോൾ ടോക്ക് എൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റും. സോ അത്തരം ഫ്രേസസ് കൂടി മനസ്സിലാക്കി വെക്കുക. എല്ലാം നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കൂടി അല്ലെങ്കിൽ ഇതേപോലെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള ആഗ്രഹമുള്ള ഒരാളെയും കൂടി കണ്ടെത്തുക. എന്നിട്ട് 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് റോൾ പ്ലേ പോലെ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ റോൾ പ്ലേ ഉള്ള 2 ആളായിട്ട് നിങ്ങൾ തന്നെ ആക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പഠിക്കാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ഗുഡ് ബൈ.